നമസ്കാരം, ഞാൻ ഡോക്ടർ ഉരു ശാന്ത, കൺസൾട്ടൻറ്റ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, ശങ്കേഴ്സ് ഹോസ്പിറ്റൽ, കൊല്ലം. നിങ്ങൾക്ക് വിട്ടുമാറാത്ത പേശിവേദനയും സന്ധിവേദനയും അമിതമായ ക്ഷീണവും കാരണം സ്വന്തം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണോ? ഡോക്ടർമാർ പല പ്രാവശ്യം കണ്ട ശേഷം പല വേദന സംഹാരി കഴിച്ചതിന് ശേഷവും വിട്ടുമാറാത്ത വേദന അനുഭവപ്പെടുന്നുണ്ടോ? എന്നാൽ നമുക്ക് നോക്കാം എന്താണ് ഫൈബ്രോമയാൽജിയ അഥവാ പേശിവാദം. ഫൈബ്രോമയാൽജിയ അഥവാ പേശിവാദം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. കൂടുതൽ സ്ത്രീകളിലാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ കാണുന്നത്. മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. ഇതിന് 3 മാസത്തിലോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത പേശിവേദനകളും സന്ധിവേദനകളും അതിൻ്റെ കൂടെ അമിതമായ ക്ഷീണവും ആണ് അനുഭവപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. പല രോഗികളും ഡോക്ടറെ, എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ദേഹം മൊത്തം വേദന, എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകൾ മാത്രമല്ല, പല പ്രൊഫഷണൽസ് പോലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ദേഹം മൊത്തം വേദനയാണ്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒ പിയിൽ വരുന്ന ഒരു അസുഖം തന്നെയാണിത്. ഇത് കൂടാതെ തലവേദന, തലകറക്കം, ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, വയറുവേദന, കാലിൽ വേദന, കാലിൽ പെരുപ്പ്, അമിത ഉത്കണ്ഠ അതായത് ആങ്സൈറ്റി, വിഷാദം, ഡിപ്രഷൻ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ജെനറ്റിക് ആൻഡ് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് നമുക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സ്, അതായത് മാനസിക സമ്മർദ്ദം, മാനസിക അസുഖങ്ങൾ, മറ്റ് ക്രോണിക് പെയിൻ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ലൈക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖത്തിൻ്റെ കൂടെ ഫൈബ്രോമയാൽജിയ ഉണ്ടാകാം. അതല്ലാതെ വ്യായാമക്കുറവും ഇതിനൊരു കാരണമാണ്. അപ്പം പലപ്പോഴും രോഗികൾ പല ആർത്രൈറ്റിസ് ആയിട്ടും അല്ലെങ്കിൽ പല വിട്ടുമാറാത്ത പല അസുഖങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരും. അവർക്കും ദേഹവേദന കാണും, അതിൻ്റെ കൂടെ ഫൈബ്രോമയാൽജിയയും ഉണ്ടാകാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പർ ഡയഗ്നോസിൽ എത്തിച്ചേരാൻ താമസം എടുക്കുന്നു. അപ്പോൾ ബാക്കി രോഗങ്ങൾ, പല ക്രോണിക് പെയിൻസിൻ്റെ പല അസുഖങ്ങൾ, ഇപ്പോൾ ഡിസ്ക് ഉണ്ടാക്കാം, ഡിസ്ക് കാരണം നമുക്ക് പുറം വേദന വരാം, അല്ലെങ്കിൽ തേയ്മാനം കാരണം വരാം. അങ്ങനെ പല അസുഖങ്ങൾ കാരണം നമുക്ക് അതെല്ലാം നമ്മളൊരു MRIയോ എക്സ്റേ എടുത്ത് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് വേറെ ആർത്രൈറ്റിസ് ഇല്ല എന്നുള്ള റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമാണ് ഫൈബ്രോമയാൽജിയയിലൊരു ഡയഗ്നോസിലോട്ട് വരുന്നത്. സാധാരണ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് റൊട്ടീൻ, ESR, യൂറിക് ആസിഡ്, തൈറോയിഡ്, വൈറ്റമിൻ B12, വൈറ്റമിൻ D, ബാക്കി ആർത്രൈറ്റിസിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് റൊമറ്റോയ്ഡ് ഫാക്ടർ, ANA, അങ്ങനത്തെ CRP, അങ്ങനത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഇതെല്ലാം നെഗറ്റീവായിരിക്കും. അതേപോലെ എക്സ്റേയും MRIയും എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും ഫൈബ്രോമയാൽജിയിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻസ് ഉണ്ട്. അത് മെയിൻലി കുറച്ച് മെഡിസിൻസ് ലൈക്ക് അമിട്രിപ്റ്റിലിൻ, ഗാബാപെൻറ്റിൻ, പ്രിഗബാലിൻ, ഡിലോക്സിറ്റിൻ മെഡിസിൻസ് കൂടാതെ ഫിസിയോതെറാപ്പി ആൻഡ് എക്സസൈസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന എക്സസൈസസ് സ്ട്രെച്ചിങ് എക്സസൈസസ്, റൊട്ടീൻ സ്ട്രെങ്തനിങ് എക്സസൈസസ് ആൻഡ് എയറോബിക് എക്സസൈസസ് ആണ്. അപ്പോൾ ഈ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാര്യം എക്സസൈസിൽ കൂടെ മാത്രമേ നമുക്ക് ഈ അസുഖം ഇനി ഭാവിയിൽ വരാതിരിക്കാൻ സാധിക്കൂ. അപ്പം ഒരു പ്രോപ്പർ എക്സസൈസ് ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്ത് റുട്ടീനായിട്ട് അത് ഫോളോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫൈബ്രോമയാൽജിയയിൽ ഈ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ മൊഡാലിറ്റീസ് ലൈക്ക് അൾട്രാസൗണ്ട് തെറാപ്പി, ഷോർട്ട് വേവ് ഡയത്തമി, ഇൻഫ്രാറെഡ്, ലേസർ ട്രീറ്റ്മെൻറ്റ്, ഇൻഡിഫറൻഷ്യൽ തെറാപ്പി ഇതെല്ലാം കൊടുക്കുന്നു. ഈ ഫിസിയോതെറാപ്പിയുടെ സൈഡ് ബൈ സൈഡ് തന്നെ നമ്മളൊരു കൗൺസിലിംഗ് കൂടെ ഈ പേഷ്യൻസ് കൊടുക്കും. സ്ട്രെസ് മാനേജ്മെൻറ്റ്, എങ്ങനെ ഒരു സ്ട്രെസ്സ് ഡീൽ ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എല്ലാവരും അറ്റ് സ്ട്രെസ്സാണ്. അപ്പോൾ അത് എങ്ങനെ റിലീവ് ചെയ്യാം, അതും കൂടെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്ത് നമ്മൾ സ്ട്രെസ്സ് പ്രോപ്പർ മാനേജ് ചെയ്താൽ മാത്രമേ ഈ ഫൈബ്രോമയാൽജിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പം ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നിങ്ങൾ എല്ലാ പേഷ്യൻസും ഫൈബ്രോമയാൽജിയ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാമും ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാനും പഠിക്കണം. അത് ഒരു ഹോബീസ് വേണം. ഹാവ് റിലാക്സേഷൻ ആൻഡ് എൻജോയ് യുവർ വർക്ക് ആസ് വെൽ ആസ് യുവർ ലെഷർ ടൈം. താങ്ക് യു.